അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നിൻ്റെ വിഷയത്തിൽ വേറൊരു സംശയം ചോദിക്കാനുള്ളത്, ഈ കഴുകുന്ന അവയവങ്ങളൊക്കെ 3 പ്രാവശ്യം നമ്മളെല്ലാവരും കഴുകാറുണ്ട്. എന്നാൽ തടവുന്ന അവയവങ്ങളുണ്ടല്ലോ, ഇപ്പം തല, ചെവി പോലുള്ളതൊക്കെ ചിലർ ഒരു പ്രാവശ്യം ചെയ്യുന്നത് കാണാം. പലയിടത്തിലും ഒറ്റ പ്രാവശ്യം തന്നെ തല തടവി അതോടുകൂടി ചെവി തടവുന്ന ഒരു പ്രവണത, അത് എത്ര പ്രാവശ്യം ചെയ്യണം? അങ്ങനെയാണ് പലരും പുറത്തൊക്കെ നമ്മൾ കേരളം വിട്ട പലപ്പോഴും പല ഭാഗത്തും കാണുന്നത്. തലയിൽ മുഴുവൻ തടവി പിന്നെ അതോടുകൂടെ തന്നെ പിന്നെ നമ്മൾ വെള്ളമെടുത്ത് പിന്നെയും ചെവി തടകലാണ് നമ്മൾ ചെയ്യാറ്. എന്നാൽ പുറത്തൊക്കെ കാണുന്നത് തല മുഴുവനും തടവി അതോടുകൂടി ചെവിയും ഉൾപ്പെടുത്തി കഴുകുന്ന ഒരു പ്രവണത കാണാറുണ്ട്. അത് എത്ര പ്രാവശ്യമാണ് കഴുകേണ്ടത്? പ്രാവശ്യമൊക്കെയാണ് അവിടെ കാണാറുള്ളത്. എങ്ങനെയാണ് ആ വിഷയത്തിലുള്ള റസൂലിൻ്റെ മാതൃക? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തല തടവുന്ന വിഷയത്തെക്കുറിച്ചാണ് ചോദ്യം. സാധാരണ കഴുകുന്ന അവയവങ്ങളൊക്കെ 3 തവണ കഴുകാറുണ്ട്. അത് ശരിയാണ്. കഴുകുന്ന അവയവങ്ങളൊക്കെ ഇപ്പം മുഖം 3 തവണ, മുൻകൈ 3 തവണ, കൈ 3 തവണ, അതുപോലെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാല് 3 തവണ, ഇതൊക്കെ കഴുകേണ്ടതൊക്കെ 3 തവണ തന്നെയാണ് ചെയ്യുക. അതിൽ 1 ആയാലും കുഴപ്പമില്ല, 2 ആയാലും കുഴപ്പമില്ല, 3-ാമത് അഫ്ളലെന്ന് മാത്രമേ ഉള്ളൂ. അക്മലായ രൂപം 3 എന്നാണ്. ഒരു പ്രാവശ്യം മാത്രം ചെയ്താലും എന്തായി? ആ നിർബന്ധം അതുകൊണ്ട് പൂർത്തീകരിച്ചു. 2-മത്തത് സുന്നത്താണ്. ഇനി തല തടവുന്ന വിഷയത്തെ സംബന്ധിച്ച്, തടവുന്ന വിഷയം ഒന്ന് തലയൊന്ന് ചെവിയാണ്. അത് എത്ര തവണയാണ് വേണ്ടത് എന്നതിനെ കുറിച്ചാണ് ചോദ്യം. അത് ഹദീസിലൊക്കെ വന്നിട്ടുള്ള ഒറ്റ തവണ എന്നുള്ളതാണ്. ഇത് തൊട്ടുനിലയം കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയാണ്. അദ്ദേഹത്തോടുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, അസ്സവാബു മറത്തൻ വാഹിദ, ഒരൊറ്റ തവണ തടവുക എന്നുള്ളതാണ് ശരിയായ രീതി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു മസ്ഹതൻ വാഹിദ, നബി ഒരൊറ്റ തവണ മാത്രമേ തടവിയിട്ടുള്ളൂ. യബ്ദഉ ബി മുഖദ്ദമി റഅസിഹി ഇലാ ഖഫാഹു, തലയുടെ മുൻഭാഗത്തും തുടങ്ങി കഫ വരെ, പെരടി വരെ കൊണ്ടുപോയി. സുമ്മ യറുദ്ദുഹുമാ ഇലൽ മക്കാനിൽ ലദീ ബദബി മിൻഹു, പിന്നെ തുടങ്ങിയ സ്ഥലത്തേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഹാദാ അസ്സുന്ന, ഇതാകുന്നു സുന്നത്ത്. അമ്മാ മാ യുർവാ ഫീ ബഅദി റിവായാത്തി അൻഹു മസാ സലാസൻ, 3 തവണ തടവിയിട്ടുണ്ട് എന്ന് പറയുന്ന റിവായാത്തുകൾ ഉണ്ട്. ഫഹുവ ദഈഫ്, അത് ദുർബലങ്ങളാണ്. ലാ യസിഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയിൽ നിന്ന് അങ്ങനെ സ്ഥിരപ്പെട്ട് വന്ന് സഹീഹായി വന്നിട്ടില്ല. 3 തവണ തടയുന്നില്ല, ഒറ്റ തവണ തടയുന്നുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. അൽ മഹ്ഫൂദ് മസ്ഹതൻ വാഹിദ. അപ്പോൾ ഈ മഹ്ഫൂദായ ഹദീസ്, ഈ വിഷയത്തിൽ മഹ്ഫൂദായ ഹദീസ് ഏതാന്ന് വെച്ചാൽ ഒറ്റ തവണ തടവിയെന്നുള്ള. ഹാകദാ ജാഅത് അൽ ഹദീസ് സഹീഹ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസഹ റഅസ യംസഹു വാഹിദതൻ, തല ഒരൊറ്റ തവണ തടവി എന്നുള്ളതാണ് സഹീഹായി വന്നിട്ടുള്ള ഹദീസുകൾ. വൽ അഫ്ളലു അൻ യകൂന യബ്ദഉ ബി മുഖദ്ദമി റഅസി, തലന്റെ മുൻഭാഗത്തും തുടങ്ങുക എന്നുള്ളതാണ് അഫ്ളൽ. സുമ്മ യദ്ഹബു ബി യദൈഹി ഇലാ ഖഫാ, പെരടി വരെ കൊണ്ടുപോവുക. സുമ്മ യറുദ്ദുഹുമാ ഇലൽ മക്കാനിൽ ലദീ ബദഅ മിൻഹു, പിന്നെ തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് എൻ്റെ പൂർണ്ണമായ രൂപം. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രീതി. അങ്ങനെ ചെയ്യാണ് വേണ്ടത്. റസൂലുള്ളാഹിന്റെ ചെറിയ വിഷയത്തിൽ അതാണ്. അത് ഒറ്റ തവണ മാത്രമാണ്. മസ്ഹതൻ വാഹിദ, തല തവണയാണെന്നുള്ളതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. ഇനി ചെവി അളവ്, ചെവി തടവുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ മറുപടിയാണ് തൊട്ടുമേലെ. അൽ ജവാബ്, ചോദ്യം എന്താണ്? യസ്അൽ സമാഹത്തുക്കും അൻ ഹുക്മി മസ്ഹിൽ ഉദ്നൈനി ഹാലൽ ഉളൂഇ, ഉളൂവിൻ്റെ സമയത്ത് ഉദ്ന് ചെവികൾ തടയുന്നതിൻ്റെ ഹുക്കും എന്താണെന്നാ ചോദ്യം. ഹുക്കുമാ ചോദിക്കണം കേട്ടോ, വിധി ചോദിക്കണം. അപ്പോൾ ജവാബ്, അദ്ദേഹത്തിൻ്റെ മറുപടി യജിബു മസ്ഹുൽ ഉദ്നൈൻ, യജിബു മസ്ഹുൽ ഉദ്നൈൻ, 2 ചെവികളും തടയുന്നത് വാജിബാണ്. ഈ കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ഫത്വയിൽ വാജിബ് എന്നാണ് പറയുന്നത്. വേറെ പല ആൾക്കാരും പറയുന്നത് ഇഖ്തലഫൽ ഫുഖഹാഉ ഫീ തജ്ദീദി മായി മസ്ഹിൽ ഉദ്നൈനി, ചെവി തടവുന്നതിന് പ്രത്യേകമായി വെള്ളം എടുക്കുക എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഫുഖഹാക്കന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫയറാ ജംഹൂറുൽ ഫുഖഹ, ഫുഖഹാക്കന്മാരിൽ മാലിക്കി, ശാഫി, ഹനാബിലത്തൊക്കെ ഭൂരിപക്ഷം പോയിട്ടുള്ളത് അന്നഹു യുസന്നു തജ്ദീദുൽ മായി ലഹുമ, ചെവി തടവുന്നതിന് വേണ്ടി മാത്രം വെള്ളം പുതുതായി എടുക്കുക എന്നത് സുന്നത്തിൽപ്പെട്ടതാണെന്നാണ്. എന്നാൽ വഖാലൽ ഹനഫിയ്യത്തു, ഹനഫികളുടെ അഭിപ്രായം ഫീ മസ്ഹു ജമീഉർ റഅസ്, തല മുഴുവനായി തടവിയാൽ മതി. വൽ ഉദ്നൈനി മിൻഹും വൽ ഉദ്നൈനി ബിമാഇൻ വാഹിദിൻ, ഒരൊറ്റ വെള്ളം കൊണ്ട് തല മുഴുവനും പിന്നെ ചെവിയും തടവിയാൽ മതി. ലി അന്നഹുമാ മിനർ റഅസി, കാരണം ചെവി രണ്ടും തലയിൽ പെട്ടതാണ്. റസൂൽ പറഞ്ഞു ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഉദ്നാനി മിനർ റഅസി, 2 ചെവികളും തലയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതാണ് ഹനഫികളുടെ നിലപാട്. ആ നിലപാടിനെ ശരിവെച്ചുകൊണ്ടുള്ളതാണ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മേലെ കൊടുത്തുള്ള ഫത്വ. എന്ന് പറഞ്ഞാൽ യജിബു മസ്ഹുൽ ഉദ്നൈൻ ലി അന്നഹാ മിനർ റഅസി, തല എന്ന് പിന്നെ ചെവി എന്ന് പറയുന്നത് തലയിൽപ്പെട്ടതായതുകൊണ്ട് എന്താണ്? മസ്ഹും തടവൽ, തല അടവൽ നിർബന്ധമാണല്ലോ, അതേപോലെ തന്നെ ചെവി അടവൽ നിർബന്ധമാണ്. പിന്നെ ജുസുഉം മിനർ റഅസി, ചെവി എന്നുള്ളത് തലയുടെ ഭാഗമാണ്. വർ റഅസു യജിബു തഅമീമുഹു, തല മുഴുവനായി തടവണം, അത് നിർബന്ധമാണ്. വർ റഅസു കുല്ലു മിൻ അവ്വലിഹി ഇലാ ആഖിരിഹി, തുടക്കം മുതൽ അവസാനം വരെ തടവണം. മഅൽ ഉദ്നൈനി, ചെവിയോടൊപ്പം
ചെവി അടവാൻ യുദ്ഫിലു ഇസ്ബഅൈഹി ഫി ഫി സമ്മാഹത്തൈ സമ്മാഹൈനി, രണ്ട് ചെവിൻ്റെ ദ്വാരത്തിലേക്ക് കൈവെക്കുക, സബ്ബാബത്ത് വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം? വയംസഹു ബി ഇബ്ഹാമൈഹി ലാഹിറ ഉദ്നൈഹി, ഇബ്ഹാം കൊണ്ട് എന്ത് ചെയ്യണം? ചെവിൻ്റെ പുറംഭാഗവും പിന്നെ മറ്റത് കൊണ്ട് ഉൾഭാഗവും തടവും. വഹാദാഹുൽ വാജിബു അലൈഹി ഫി കുല്ലി വുളു, ഏത് വുളു ആണെങ്കിലും ശരി അങ്ങനെ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതൊക്കെ വളരെ കൃത്യമാണ്. ചെവി തടവേണ്ടത് ഒറ്റത്തവണയാണ്, തല തടവേണ്ടത് ഒറ്റത്തവണയാണ്. ചെവിക്ക് വേറെ വെള്ളം ഉപയോഗിക്കേണ്ടതുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും ചെവി എന്ന് പറയുന്നത് തലയുടെ ഭാഗമായതുകൊണ്ട് തലക്ക് എന്ത് ഹുക്കുമാണുള്ളത് അത് തന്നെയാണ് ചെവിക്കും ഉള്ളത്. അത് ഒറ്റത്തവണ മാത്രം ചെയ്താൽ മതി എന്നതാണ് ഹദീസ് കൊണ്ട് വ്യക്തമാണ്. വല്ലാഹു അലം.